ഈ സുന്ദരി പൂക്കളെ കാണിക്കാൻ ഇറങ്ങിയതാ. ഇത് ഇവിടെ നിന്നിട്ട് കാണിക്കാം. ഇത് കണ്ടോ, ഇത് എന്താണ് പൂക്കൾ നിങ്ങൾക്കറിയായിരിക്കും. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് വാക്സ് ബിഗോണിയായ, നമ്മുടെ ബിഗോണിയ ഫാമിലിയിൽ വാക്സ് ബിഗോണിയയിലെ മൾട്ടി പെറ്റല. ഇവരുടെ പൂക്കൾ നോക്കി, ഇത് ഒത്തിരി ഉണ്ട് കണ്ടോ, താഴെ പോയ കണ്ടോ, ഇപ്പം പോയത് കണ്ടോ. അതെ, ഇത് ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വിരിഞ്ഞിട്ട് തന്നെ ആഴ്ചകൾ കഴിഞ്ഞു. എനിക്ക് എൻ്റെ സമയക്കുറവുകൊണ്ടൊന്നും, ഇതൊക്കെ ഓരോ കൊലയായിട്ട് നിന്ന് എല്ലാം താഴെ വീണു. എല്ലാം അതിൻ്റെ ചട്ടികളിലുണ്ട്. ഇത് രണ്ടും വേറൊരു ഇനമാണ്. ഇതെല്ലാം അത് വാക്സ് ബിഗോണിയയുടെ മറ്റൊരു വകഭേദമാണ്. ഇത് കണ്ടോ, ഇതെല്ലാം ഒത്തിരി ദിവസമായി ഉണ്ടായിട്ട്. ഇതിൻ്റെ ഭംഗി നോക്കിക്കേ, നല്ല റോസാപ്പൂ പോലെ. ഇത് കണ്ടോ, ഇത് അടന്നതാണ് അല്ലേ? അല്ല, കണ്ടോ എന്നാ ശേലം നോക്കിയേ. ഇത് കണ്ടോ, ഇത് വിരിയാനായിട്ടുള്ളതാണ്, വിരിഞ്ഞില്ല. ഇതിൽ ഒരെണ്ണം മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ. എന്തൊരു ഭംഗിയല്ലേ, എന്നെ രസമാണ് കാണാൻ. ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് കണ്ടോ, നമ്മളെ ഇതിൻ്റെ അതും താഴെ പോയി. ഇതിൻ്റെ ഭംഗി എന്ന് പറയുമ്പോൾ ഇതിനൊരു കുഴപ്പമുണ്ടല്ലോ. ഇത് പിടിപ്പിച്ചെടുക്കാൻ പാടാണ്. ഇവിടുത്തെ കാലാവസ്ഥയിൽ കുറേയൊക്കെ ഉണ്ടാകുന്നെങ്കിലും വെള്ളം കൂടാൻ പാടില്ല, വെള്ളം കുറഞ്ഞാൽ കുറ്റം. അത് കാരണം നമുക്ക് എല്ലാ പ്രദേശത്തും ഇത് ഒരുപോലെ പിടിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്കിത് കുറേ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ചട്ടിയിൽ ഇഷ്ടം പോലെ പൂക്കൾ പൊഴിഞ്ഞ് വീണിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു കൊലയായിട്ട് നിൽക്കുന്നത്. പിന്നെ രസമല്ലേ. ഇതിൻ്റെ 4 വെറൈറ്റി ഉണ്ട്. എനിക്ക് ഇതും ഈ മുമ്പ് ആദ്യം കാണിച്ച നല്ല കടും പിങ്കും റെഡ് ഉണ്ടായിരുന്നു. റെഡ് ഒരു തരത്തിലും എന്നെ കൊണ്ടുപോകാൻ പറ്റും. ഒരു വർഷം ഞാൻ കൊണ്ട് നടന്നു. അത് കഴിഞ്ഞ് ഇതെല്ലാം പോവുകയായതുകൊണ്ട് ഞാൻ അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞു. ഞാനതിനെ വളർത്താതെ അങ്ങ് നശിച്ചു പോവുക ചെയ്ത്. ഇഷ്ടപ്പെട്ടോ അപ്പോൾ എൻ്റെ മൾട്ടിപെറ്റൽ വാക്സ് ബിഗോണിയ? നിങ്ങൾ കണ്ടോട്ടെ എന്ന് ഓർത്ത് കൊണ്ടുവന്നത്. സെയിലുണ്ടോയെന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. സത്യമായിട്ടും പറയാം, എനിക്ക് സെയിലില്ല. എനിക്ക് സെയിലിന് സമയമില്ല. അതാ മെയിനായിട്ട് കാര്യം. നിങ്ങൾക്കറിയാമല്ലോ, 100 കൂട്ടം കാര്യങ്ങൾ അതിനകത്ത് സെയിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണേ. അത് തന്നെയല്ല, ഇത് ബുദ്ധിമുട്ടാണ് നാട്ടിൻ പുറത്തൊക്കെ പിടിപ്പിച്ചെടുക്കാനായിട്ട്. ഹൈ റേഞ്ചിലും പാടാം. പിന്നെ നാട്ടിലെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടല്ലോ.